മലവാഴൂ മടവാഴൂ ദൈവത്താലേ ദൈവത്താലേ മോളെ, എന്താ പറ്റി മോളെ? എന്തേലും കണ്ട് പേടിച്ചോ? അമ്മേ, ആ കുട്ടി എന്നെ പോലെ ആയിരുന്നില്ലേ? എന്തിനാ അയാൾ അങ്ങനെ ചെയ്തേ? പേടിയാവുന്നു അമ്മേ. എന്തിനാ മോള് പേടിക്കണേ? മോള് ആരും കൊണ്ടുപോയില്ല കേട്ടോ. അമ്മ ഒരു കഥ പറഞ്ഞു തരട്ടെ. ഒരിക്കൽ ഒരിടത്തൊരു കാട്ടിൽ മോളെപ്പോലൊരു മോളും അമ്മയെപ്പോലൊരു അമ്മയും ഉണ്ടായിരുന്നു. എല്ലാ അമ്മമാരെ പോലെയും ആ അമ്മയ്ക്ക് അമ്മയുടെ മോളും പൊന്നോമനയായിരുന്നു. എന്നിട്ട് മോളെ, എവിടെയാ നീ? വെറുതെ കളിക്കല്ലേ കേട്ടോ. അമ്മയ്ക്ക് പേടിയാവുന്നുണ്ട്. എവിടെയാ നീ മോളെ? കിഴക്കേലെ പ്ലാവിയിലെ ചെറുകുയിലെ മാനം പുലരണ മുമ്പേ നീയുണര്. വെട്ടം പരത്തും ആദിത്യ ഭഗവാനെ, വെയിലിൻ്റെ വാത്സല്യം ചൊരിയേ. വെട്ടം പരത്തും ആദിത്യ ഭഗവാനെ, വെയിലിൻ്റെ വാത്സല്യം ചൊരിയേ. അങ്ങനെ ആ രൂപം വന്ന് ആ മോളെ പിടിച്ചോണ്ട് പോയി. അമ്മയ്ക്ക് വിഷമായില്ലേ? അമ്മ തന്റെ കൊച്ചിനെ അന്വേഷിച്ചോണ്ട് കാട്ടിലൂടെ കുറെ അലഞ്ഞു. നിങ്ങൾ എന്റെ മോളെ കണ്ടോ? കൊറേ മുടിയൊക്കെ ഉണ്ട്, നിറയെ മുടിയൊക്കെ ആയിട്ട്, പുള്ളി ഉടുപ്പൊക്കെ ഇട്ടിട്ട് ചന്തുള്ളത് കണ്ടോ? കണ്ടോ? കണ്ടില്ല അല്ലേ? നിഴലാടുന്നുള്ളിനുള്ളം താഴെ വേതാളം മായേ, ഗതിമാറും കാരേ പകലാടും
കിട്ടിയില്ലേ? ഇല്ല. പിന്നെ അമ്മ മോളെ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിച്ചു ആ രൂപത്തെ. പെണ്ണിൽ ഉയരല്ല പകയാണെന്നേ, പോകുന്നാടെല്ലാം പൊയ്യാകുന്നേ, കാമപ്പേനായെ കൊണ്ടറിഞ്ഞേ പെണ്ണു കൺ തുറന്നേ. കളിയല്ലേ കനലായി പെണ്ണെ കലിതുള്ളി പോണേ മുന്നേ, പനമേലെ കയറും പെണ്ണോ അലവിക്കരയുന്നേ. പിഴയ്ക്കാതെ പകയിൽ പുകയാൻ പെരുമാൾ തഞ്ഞരമ്പിൽ തൊളയാൻ, കോമ്പല്ലായി പനയിൽ ഉണരാൻ പെണ്ണവളൊരുങ്ങുന്നേ. നീ ഇരുളിൽ ഇതൊരമ്മയുടെ പ്രതികാരത്തിന്റെ കഥയാണ്. കാമവരി കൊണ്ട് സ്വന്തം മകളെ പിച്ച് ചീന്തിയപ്പോൾ നിസ്സഹായിയായി നോക്കി നിൽക്കേണ്ടി വന്ന ഒരമ്മയുടെ കഥ, അവളുടെ പ്രതികാരത്തിന്റെ കഥ. കിഴക്കേലേ പ്ലാവിലേ ചെറുപൂയിലേ മാനം പുലരണ മുൻപിലേ ഉണര. ഈ കഥ ഇവിടെ തീരുന്നു. ഇനി ഒരിക്കലും ഈ കഥ ആവർത്തിക്കാതിരിക്കട്ടെ. ഇനി ഒരമ്മയുടെയും കണ്ണുനീർ വീഴാതിരിക്കട്ടെ. എല്ലാവരോടുമായി ഞങ്ങൾ ഒന്ന് പറയട്ടെ, തിരക്കേറിയ ജീവിതത്തിൽ സ്വന്തം മക്കൾക്കായി ഒരു കരുതൽ അത് നല്ലതാണ്. ഒരു പിഴവ് മതി ഈ ലോകത്തെ കണ്ണുനീരണിയിക്കാൻ.